നമസ്കാരം. നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാർച്ച് 8 ലോക വനിതാ ദിനമാണ്. ഈ ഒരു ദിനത്തിൽ നന്മ 24നോടൊപ്പം ചേരുന്നത് റീനയാണ്. അതോടൊപ്പം റീനയുടെ ഹസ്ബൻഡ് ജലീൽ താനത്ത്. റീന ചെറുപ്പം മുതലേ സംസാരശേഷിയില്ല, ശബ്ദം കേൾക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതുവരെ എത്തിയത്. ഏതായാലും ഈ വുമൺസ് ഡേയില് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരാളെയാണ് നന്മ 24 നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരാളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ജലീൽ താനത്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ്. തീർച്ചയായും ഇവരൊക്കെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ഇവരെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. ഈ ഒരു ദിനത്തിൽ, ഈ ഒരു വുമൺസ് ഡേയില് നമ്മളുടെ വനിതകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങളുടെ സന്ദേശം തീർച്ചയായും വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. മാർച്ച് 8 വുമൻസ് ഡേ ആണ്. എല്ലാവരും അടങ്ങിയിരിക്കാതെ ആക്റ്റീവായിട്ട് മുന്നോട്ട് വരണം, അതിജീവിക്കണം. നോർമലായിട്ടുള്ള ഒരു ഭർത്താവിന് കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. വളരെ സന്തോഷകരമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. മടി പിടിച്ചിരിക്കാൻ പാടില്ല, എല്ലാവരും ഉയർത്തെഴുന്നേക്കണം എന്നാണ് പറയുന്നത്. എല്ലാവരുമായിട്ട് സംസാരിച്ച് ഫാമിലി നന്നായിട്ട് കൊണ്ടുപോകണം. സ്ത്രീകളാണ് മുന്നോട്ട് വരേണ്ടത്. കുടുംബം കൊണ്ടുപോകാനായിട്ട് സ്ത്രീകളാണ് മുന്നോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നല്ലൊരു വനിതാ ദിനം ആശംസിക്കുമെന്നാണ് പറയുന്നത്. സന്തോഷമായിട്ട് സഹായിക്കും, എവിടെ പോകാനും സഹായിക്കും. യാത്രകൾ പ്രധാനപ്പെട്ട വിനോദമാണ്. ബന്ധുക്കളുടെ വീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോകും. അതോടൊപ്പം തന്നെ നമ്മൾ ശക്തമായ നിലപാടെടുക്കണമെന്ന് പറയുന്നത് സ്ത്രീകൾ. ഇത്രയും നല്ല, അതായത് ഇത് കേട്ടപ്പോൾ എനിക്ക് ആക്ഷൻ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അതിനെക്കുറിച്ച് ഒരു വിവരണം തന്നു. നല്ലൊരു സന്ദേശമാണ് അത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരാളെ കൈപിടിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്, അതുപോലെ തന്നെ ഇനി വനിതകൾ ഇനി പിന്തുടരേണ്ട നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല ആശയങ്ങൾ ഉള്ളിലുണ്ട്. ഇങ്ങനെ ഒരു പരിമിതികൾ ഉണ്ടായെങ്കിൽ റീനയുടെ വിശേഷങ്ങൾ നമ്മൾക്കൊന്ന് അറിയാം. ഞാൻ നന്മ 24ലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാലും കേൾക്കാൻ സാധിക്കില്ല. ഞാൻ കൈകൊണ്ട് കാണിച്ചാൽ അത് ചില ആംഗിളിൽ കാണാനും സാധിക്കില്ല. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഹസ്ബൻഡ് കൂടിയിട്ടുള്ള ജലീൽ താനത്തിനെയും കൂടി നമുക്ക് സഹായം കൂടി ആവശ്യമാണ്. ജലീൽ താനത്തിനെ കുറിച്ച് ഈ ഒരു ഘട്ടത്തിൽ 2 വാക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം സൺറൈസ് ഹോസ്പിറ്റലിലെ PRO ആണ്. അതുകൂടാതെ ഒരുപാട് കലാ സാംസ്കാരിക രംഗങ്ങളിലെ നേതൃനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. തൃക്കാക്കരക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് വളരെ പ്രിയനായിട്ടുള്ള ജലീൽ താനത്ത്. അദ്ദേഹം ഇങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തത് എന്താണെന്നും, സാധാരണ നമ്മൾക്കറിയാം ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ് മിക്ക ആളുകളും ശ്രമിക്കുക. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള പരിമിതി ഉള്ള ആളെ തിരഞ്ഞെടുക്കാനും കല്യാണം കഴിക്കാനും അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനും ജലീൽ താനത്തിനെ പോലെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അത് തീർച്ചയായും ജനങ്ങൾ അറിയണം. അത് നമ്മുടെ സമൂഹം ഇങ്ങനെയുള്ള ഈ നന്മ പ്രവൃത്തി അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു വനിതാ ദിനത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി.
നന്മ 24 ചാനലിലേക്ക് രണ്ടു പേർക്കും സ്വാഗതം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമസ്കാരം. ഞാൻ പറയുന്നത് നേരിട്ട് കാണാനും സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വ്യൂ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സൈഡിലേക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും. അതായത് 8-ാം തീയതി നമ്മളുടെ വനിതാ ദിനമാണ്. അപ്പോ അതിനെക്കുറിച്ച് വിമൻസ് ഡേ 8-ാം തീയതി വുമൻസ് ഡേ എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു ആക്ഷനിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മനസ്സിലായതാണ് അല്ലെ? അങ്ങനെ തന്നെയാണോ? ആണ്, ശരി. അപ്പം ഞാനപ്പം എടുത്ത് പറയും, ഒന്ന് ചുരുക്കി ആദ്യം തന്നെ ജലീൽ താനത്തിന്റെ അടുത്ത് ഒന്ന് ആളെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയാം. ഞാൻ ചോദിച്ചാൽ മനസ്സിലാകില്ലല്ലോ. അപ്പൊ ഒന്ന് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തുവാണെങ്കിൽ നന്നായിരിക്കും. റീന എന്നാണ് പേര്. തിരുവനന്തപുരം സ്വദേശിയാണ്. യാദൃശ്യമായിട്ട് സുഹൃത്ത് വഴി കണ്ട് പരിചയപ്പെട്ടു. അങ്ങനെ വിവാഹത്തിൽ അവസാനിക്കുകയായിരുന്നു 1992. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അവരെ സഹായിക്കണം എന്നുള്ളൊരു തോന്നൽ വളരെ വർഷങ്ങൾ, വളരെ ചെറുപ്പം മുതൽ തന്നെ തോന്നി തുടങ്ങിയതാണ്. അതിന് കാരണക്കാർ നമ്മളുടെ രക്ഷിതാക്കൾ തന്നെയാണ്. അവരും ഇതുപോലെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ചെയ്യണം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്നതെ പറയാവൂ എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു പരിശീലന പരിപാടി വാസ്തവത്തിൽ അങ്ങനെ തന്നെ പറയാം. ആ പരിശീലന പരിപാടിയായിട്ടാണ് രക്ഷിതാക്കൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. എനിക്ക് 5 ബ്രദേഴ്സാണ്, ഒരു സിസ്റ്ററുണ്ട്. എല്ലാവരും തന്നെ ഏതാണ്ട് അതേപോലെ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണെങ്കിലും എനിക്കാണ് കുറച്ച് കൂടുതൽ ഇതിനോട് താല്പര്യം വന്നത്. ആലുവ UC കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഒന്ന് കയറാറുണ്ട്. എങ്ങനെ നമ്മൾ ഒരാളെ സഹായിക്കണം, എങ്ങനെ ഏത് രൂപത്തിൽ സഹായിക്കണം, അത് സാമ്പത്തികമായിട്ട് പരിമിതി ഉണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ സഹായിക്കണം, ഇങ്ങനെ ചിന്തകൾ മനസ്സിന് അലട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് കഴിഞ്ഞു. പിന്നെ ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടു. കോളേജ് ലൈഫിന് ശേഷം അതിനുശേഷം നമ്മൾ ഒരു 92-ലാണ് വിവാഹാലോചന വരുന്നത്. ആ സമയത്ത് നിരവധി സ്ഥലങ്ങളിൽ നിന്നൊക്കെ പ്രപ്പോസൽസൊക്കെ വന്നു. പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, താങ്കള് നമ്മളെല്ലാവരും, ഞാൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നു, ഒരു ജീവിതമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരാളെ കേൾവി ഇതില്ല, അതുകൂടാതെ സംസാരിക്കാൻ പറ്റുന്നില്ല, കാഴ്ചയാണെങ്കിൽ തന്നെ അതിനും പരിമിതിയുണ്ട്. അങ്ങനെ ഒരാളെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, എന്താണ് അതിനകത്ത് കാരണം? എല്ലാവരും, മിക്ക ആളുകളും ആകെ ഒരു ജീവിതമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ സാധാരണ മറ്റുള്ളവര് നമ്മൾ കല്യാണം കഴിക്കാൻ ഞാൻ ശ്രമിക്കില്ല എന്ന് പറയുന്നില്ല. താങ്കളെ പോലുള്ള ആളുകൾ നല്ല നല്ല സുമനസ്സുകളായിട്ടുള്ള നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഞാൻ സൂചിപ്പിക്കുന്നത് വളരെ വിരളമാണ്. എങ്ങനെ ഈ ഒരു മനസ്സ് വന്നു? അതായത് നമ്മൾ ഒരു സാഹചര്യത്തിൽ പല യാത്ര പോകുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അന്ധരായിട്ടുള്ള ആൾക്കാർ, സംസാരിക്കാത്ത ആൾക്കാർ. പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനൊരു ആൾ വരിക എന്ന് പറയുന്നത് എനിക്ക് തോന്നിയ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൽ അവരെ പല ആൾക്കാരും മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. വികലാംഗ കമ്മീഷൻ്റെ ഓഫീസിൽ ഇരിക്കുന്നത് 6-ാം നിലയിലും 10-ാം നിലയിലുമാണ്. ഈ വയ്യാത്ത ആൾക്കാർ വീൽ ചെയർ പോലും എത്തില്ല അങ്ങോട്ട് മുകളിലേക്ക്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സൗഹൃദമല്ല. അതായത് ഒരു ഇങ്ങനെയുള്ള ഡിസബിലിറ്റിയോ, ഇവർക്ക് പിന്നെ നടക്കാൻ കുഴപ്പമില്ല, പക്ഷേ വീൽ ചെയറിലും മറ്റുള്ള കണ്ണ് കാണാത്ത ആൾക്കാർക്കൊക്കെ ഇത്ര ദൂരെയും അവർക്കൊരു സൗഹൃദമല്ലാത്തൊരു അന്തരീക്ഷം ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ജോലി സംവരണത്തിനാണെങ്കിലും സംവരണം എന്ന് പറയൽ മാത്രമേ ഉള്ളൂ, പക്ഷേ അവരുടെ ആ ഒരു ആവശ്യം അത് മനസ്സിലാക്കി ഒരു സംവിധാനം ഇപ്പോഴും ഗവൺമെന്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. ആനുകൂല്യങ്ങളുണ്ട്, പക്ഷെ ആനുകൂല്യം ഏതൊക്കെയാണെന്നുള്ളത് ഇവരിലേക്ക് എത്തിക്കാൻ
ശ്രമം കുറവാണ് പല ശരി, ഭാഗത്തും. ശരി. അപ്പൊ തീർച്ചയായും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് കുറച്ച് ഇടപെടലുകൾ അതെ, പിന്നെ അതിന് അനിവാര്യമാണ്. അവരെ അവഗണന, സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അവഗണനയുണ്ട് മൊത്തത്തില്. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരും നമ്മൾ അവകാശികളാണ് ജീവിക്കാൻ. ശരി, തീർച്ചയായും നമ്മുടെ സമൂഹത്തില് സമൂഹത്തിൽ ജീവിക്കാൻ തീർച്ചയായും. അവകാശികളാണ് അവർ. മറ്റുള്ള മനുഷ്യ പോലെ തന്നെ അവകാശികളാണ്. അതുപോലെ തന്നെ പക്ഷി മൃഗാദികളും അവകാശികളാണ്. അതെ. ഇങ്ങനെയുള്ള ആൾക്കാരും അവകാശികളാണ്. തീർച്ചയായിട്ടും. അവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ട ഒരു വിഭാഗമാണ്. ചേർത്ത് നിർത്താൻ അല്ല, ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ സാധാരണ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അംഗപരിമിതരായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പം അവർക്കും പരിമിതികളുണ്ട്. അവരെ നോക്കാൻ മറ്റൊരാൾ വേണ്ടി വരും. പക്ഷേ താങ്കളെ പോലെയുള്ള കണ്ണും കാഴ്ചയും ഓടി നടക്കാനും ഇതുപോലെ സമൂഹ നന്മയൊക്കെ ചെയ്യുന്ന ഒരാള് ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തത് ഒരു നല്ലൊരു ജീവിതം കൊടുക്കുമ്പോ അതെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധാരണ ഇങ്ങനെയുള്ള ഡഫ് ആൻഡ് ഡംപ് ആയിട്ടുള്ള ആൾക്കാർ പൊതുവെ അതേ കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അവരത് ഇപ്പോൾ ഈ വിവാഹം തന്നെ വന്നപ്പോഴും റീനയുടെ പരിചയക്കാരും ആ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ നിരുത്സാഹപ്പെടുത്തി. വേണ്ട, നിനക്ക് നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ വിവാഹം ചെയ്താൽ മതി, വിവാഹം ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ അതേ പുള്ളിക്കാരത്തി സംശയിച്ചു എന്ന് വെച്ചാൽ ഇത് വേണോ വേണ്ടേ, എന്തായിരിക്കും അവസ്ഥ, കൂട്ടുകാരൊക്കെ ഇങ്ങനെയുള്ള പറയണേ. അപ്പോൾ അങ്ങനെയാണ് അവരുടെ പാരൻസ് വീട്ടിൽ വരികയും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ഇവർക്കും ഒരു ജീവിതം വേണമല്ലോ. തീർച്ചയായിട്ടും. ഇവരാരും എല്ലാവരും മാറ്റി നിർത്തിയാൽ പിന്നെ എന്ത് മാറ്റി നിർത്തി ഇങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ജീവിക്കും. അപ്പോൾ ആ ഒറ്റ ലക്ഷ്യം നമ്മുടെ മനസ്സിലുള്ളൂ. പിന്നെ കഴിയുന്നതും നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ വിവാഹം ചെയ്യും. നോർമൽ കണ്ടീഷനിലും നമ്മളൊരു ഭാര്യ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കണം. നമ്മൾ ഒരു ഓത്ത് ടേക്കിംഗ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ വിവാഹം ചെയ്യുന്ന സമയത്തും അല്ല, നമ്മൾ സ്വീകരിക്കുകയാണ് അവരെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും അവരൊപ്പം ചേർത്ത് നിർത്തുന്നുള്ളത് നമ്മളൊരു ഒരു ഒരു പ്രതിജ്ഞയുണ്ട് അതിനകത്ത് വിവാഹത്തിൽ. ആ പ്രതിജ്ഞ പാലിക്കപ്പെടണം. പക്ഷെ പല സ്ഥലങ്ങളിലും നോർമൽ കേസിലാണെങ്കിൽ പോലും അത് പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. ശരി. അപ്പം ഇതിനിടക്ക് ഞാനൊന്ന് ചോദിക്കുകയാണ്. ഞാൻ നേരിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും താങ്കൾ ഇങ്ങനെ ഒരാൾ തിരഞ്ഞെടുത്തപ്പോൾ ആ ആളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇതുപോലെ നമ്മളിപ്പം താങ്കൾ നല്ലൊരു പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തി ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടായ അനുഭവം എന്താണെന്നൊന്ന് പ്രേക്ഷകർക്ക് അറിയാൻ ഒന്ന് ചോദിച്ചിട്ട് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. നോർമൽ ഓക്കെ. പറഞ്ഞു. ഫാദർ പറഞ്ഞത് നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിപ്പിച്ചാൽ മതി. നമുക്കറിയാം ഈ ഒരു ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അച്ഛൻ, അമ്മ, മറ്റ് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടാവല്ലോ. അപ്പോൾ തീർച്ചയായും അതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ്, അച്ഛൻ്റെ, അമ്മയുടെ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. നമ്മളേതായാലും ചോദിച്ചാൽ മനസ്സിലാകില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഒന്ന് ചോദിച്ച് ഒന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ഒന്ന് ലയൺസ് ക്ലബിലെ മെമ്പറാണ്. കെ അബ്ബാസ് എന്നാണ് പേര്. മമ്മി എന്നിട്ട് പറഞ്ഞു കൊടുത്തു, പറയുന്നത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. മമ്മി ഐഷ ഐഷ അബ്ബാസ്. ഇപ്പൊ ഇവിടുന്ന് പറയുന്നത് എങ്ങനെ കാണിക്കുന്ന എന്റെ ആക്ഷൻ എനിക്കറിയാത്തതുകൊണ്ട് യാതൊരു നിർവാഹമില്ല നമ്മുടെ പ്രേക്ഷകരുടെ എനിക്ക് എത്തിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് കാണിക്കുന്നത് ഒന്ന് പറഞ്ഞു കൊടുക്കുക കൂടിയാന്ന് നന്നായിരിക്കും. എന്താണ് പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞത് ഫാദറിന്റെ പേര് AK അബ്ബാസ് എന്നാണ്. ലയൺസ് ക്ലബിന്റെ ഗവർണറായിരുന്നു ട്രിവാൻഡ്രം. അത് ശരി. അപ്പൊ അത് പ്രത്യേകിച്ച് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ അല്ല, ലയൺസ് ക്ലബ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണത്. പുള്ളിയും ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മാനസികമായിട്ട് ഒരു അടുപ്പം അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനം തോന്നാറുണ്ട്. തീർച്ചയായും. അതുപോലെ തന്നെ ഇത്
ചെറുപ്പം മുതൽ ഈ ഇതിനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. ശരി. ചെറുപ്പം മുതൽ അറിയാലോ, ഒരു നോർമൽ കണ്ടീഷനിലുള്ള തീർച്ചയായും. ആളില്ലാത്തതുകൊണ്ട് ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അവർ വളരെയധികം സന്തോഷവരാണ്. സന്തോഷമുണ്ട് അവർക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മകള് സേഫായിട്ട് സെറ്റ് എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ വാസ്തവത്തിൽ ഒരു ത്യാഗം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇതിനൊരു ത്യാഗം എന്ന് പറയാൻ പറ്റില്ല. ഒരു പെൺകുട്ടിയെ നമ്മൾ കൈപിടിച്ച് ചേർത്ത് നിർത്തി എന്ന് പറയുന്നത് ഒരു ത്യാഗമല്ല. ഇത് ഒരു ഏത് യുവാക്കളും ചെയ്യാവുന്ന വിവാഹ സമയത്തോ അല്ലാതെ സ്വന്തം തീരുമാനം എടുക്കാനുള്ള ഒരു പവർ വരുമ്പോൾ അവൻ്റെ ഡ്യൂട്ടിയാണ്, കടമയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സംരക്ഷിക്കണം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിവാഹം ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ നോർമലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലാണെങ്കിലും അല്ലെങ്കിലും ഒരു മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടത് ഇതിനേക്കാൾ വളരെ നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ, എവിടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടോ, അവിടെ എല്ലാം ഞാൻ കൊണ്ടുപോകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാറ്റി നിർത്താറില്ല. സംസാരിക്കാത്ത അങ്ങനെ ഒരു ഒരു ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ് മാറ്റി നിർത്തുക. അങ്ങനെ അത് പാടില്ല എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് കുടുംബ വിശേഷത്തിലേക്ക് കൂടി വരാം. ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായി കാണൂല, കേട്ടിട്ടുണ്ടാവില്ല. ഫാമിലി അപ്പൊ നമുക്ക് ഫാമിലിയെ കുറിച്ച് ചോദിക്കാം. ഫാമിലി ഒന്ന് പറയാവോ? മകളൊന്ന് കല്യാണം കഴിഞ്ഞു, ഒരു പെൺകുട്ടിയുണ്ട്. അതിനിപ്പോ 6 വയസ്സുണ്ട്. അതിനിപ്പോ പറഞ്ഞത് കുടുംബവിശേഷം. ശരി. അത് എവിടെയാണ് കല്യാണം കഴിച്ച്? ഇവിടെ ചങ്ങമ്പുഴ നഗറിലാണ്. എറണാകുളത്ത് തന്നെയാണ്. വളരെ സന്തോഷമായിട്ട് പോകുന്നു. വാസ്തവത്തില് ഈ മൊബൈലൊക്കെ വരുന്നതിൻ്റെ 92 എന്നൊക്കെ പറയുന്നത് അത്ര വാട്സപ്പ് ഇതൊന്നും വളരെയധികം സജീവമല്ലായിരുന്നു. അപ്പോൾ ഈ മോള് വലുതായി വരുന്ന സമയത്തൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് തോന്നി, ഇത് എവിടെയും വിവാഹം ചെയ്തു പോയി കഴിഞ്ഞാൽ ഇവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് എടുക്കാൻ പറ്റില്ല, മൊബൈൽ ചെയ്താലും എടുക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ മോള് വിവാഹം ചെയ്ത് പോകുമ്പോൾ എങ്ങനെ അത് നമ്മളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് പ്രശ്നം. പക്ഷേ വാട്സപ്പ് വന്നപ്പോഴാണ്, വാട്സപ്പ് കോൾ വന്നപ്പോൾ എനിക്കത് സമാധാനമായി. എന്ന് വെച്ചാൽ ഇവള് കല്യാണം കഴിഞ്ഞ് പോയാലും വാട്സപ്പ് വീഡിയോ കോൾ വഴി ഇവർക്ക് കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അല്ല, മകൾക്ക് എങ്ങനെയാണ്? എന്തെങ്കിലും? മകൾക്ക് ഒരു കുഴപ്പമില്ല, അബ്സല്യൂട്ട്ലി. എല്ലാം സംസാരവും എല്ലാം നോർമൽ, നല്ല കുറച്ച് കൂടുതലാണെന്ന് മാത്രമല്ല, കുഴപ്പമുണ്ടായില്ല. പിന്നെ അവള് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിരുന്നു ചെറുപ്പം മുതലേ. എന്നെക്കാളും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മോളാണ്. അത് ശരി. അപ്പൊ കാര്യങ്ങൾ എന്നെക്കാളും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു പേടിയുണ്ട് ആളുകളുടെ മനസ്സിൽ പൊതുവെ ഉണ്ട്. ചെവി കേൾക്കാത്ത ആള്, അതുകൂടെ സംസാരിക്കാൻ കഴിയാത്ത ആള്, അപ്പൊ അങ്ങനെയുള്ള കാഴ്ച വൈകല്യം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരാള് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് മക്കളുണ്ടാകുമ്പോൾ അവർക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകൂ എന്നുള്ളത് തീർച്ചയായും പേടിയുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളത് അല്ലേ? സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള ഒരു ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാരന്റ്സിന്റെ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണ് സംഭവിച്ചിരുന്നത് കുറച്ചൊക്കെ. എന്നാൽ അകന്ന ബന്ധുക്കളല്ലാത്ത അവർ തമ്മിലും വിവാഹം ചെയ്യുമ്പോൾ സംഭവിക്കാറുണ്ട്. അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ല, എന്റെ ചോദ്യം നമ്മളിപ്പോ കല്യാണം കഴിച്ചു, നമ്മൾ ക്ലിയർ ആണ്, അംഗപരിമിതി മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നിലവിലില്ല, അംഗപരിമിതി ഉള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചത്, അതിൽ നിന്നുണ്ടായ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദ്യം. അതെ. അപ്പൊ അങ്ങനെ സാധ്യത വളരെ കുറവാണ്. ചില ഫാമിലിയിൽ മൊത്തം ഒരു 3-4 കുട്ടികളിൽ 3 പേരും അത് ഇങ്ങനെയുള്ളവരാകണമെന്നില്ല. നോർമൽ ആയിട്ടുള്ള ആളുകൾ കല്യാണം കഴിക്കുമ്പോഴും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നുണ്ടല്ലോ. അങ്ങനെ അംഗപരിമിത ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചു കുട്ടി ഉണ്ടായപ്പോ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. ഇല്ല. അതാണ് നമുക്ക് അറിയേണ്ടത്. എല്ലാവരുടെയും ഒരു ഭയം അതാണ്. അതിനകത്ത് വേറെ കാര്യമുള്ളത്, ഈ ഒറ്റ കാരണത്താൽ ഒരു ചലഞ്ചിങ് ആയിരുന്നു. വാസ്തവത്തിൽ ഒരുപാട് ആൾക്കാർ എന്നെ നിരുത്സാഹപ്പെടുത്തിയൊരു സംഭവമാണ് വിവാഹ സമയത്ത്. ഏറ്റവും അധികം ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് അടുത്ത ബന്ധുക്കളൊക്കെ ഇതിനെ വേണ്ട, നിനക്ക് വേറെ നല്ലത് കിട്ടുമല്ലോ എന്ന് പറയും. നല്ലത് അങ്ങനെയാണ് പറയുന്നത്, നല്ലത് കിട്ടുമല്ലോ, നീ എന്തിനു പോണത്. പക്ഷെ
എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാരൻസാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ കൂടെ ബ്രദേഴ്സും പറഞ്ഞു, നീ ധൈര്യമായിട്ട് നിന്നോളാം, നിൻ്റെ കൂടെ ഞങ്ങൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ബലം വാസ്തവത്തിൽ എനിക്ക് ആ ബലം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്തരം ജീവിതം ഇത്രയും ഭംഗിയായിട്ട് പോകാൻ സാധ്യത കുറവാണ്. പക്ഷേ അവരെയും കൂടി സപ്പോർട്ട് വന്നപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നമുക്കൊരു വിശ്വാസം വന്നു. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഒരു പ്രശ്നമോ ഇല്ല, നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നില്ല. അവർ നമ്മളുടെ പാരൻസ് ആണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും സ്വന്തം സിസ്റ്ററെ പോലെയും സ്വന്തം മകളെ പോലെയും നോക്കി നോക്കി ജീവിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ മോള് ഇപ്പോൾ കുവൈറ്റിലാണ്. ഇപ്പോൾ വീഡിയോ കോൾ വഴി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർക്കൊരു CSI സ്കൂള് തിരുവല്ല, അവിടെയാണ് പഠിച്ചിരുന്നത്. അവർക്കിപ്പോൾ ഒരു അലുമിനി അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ പേറ്ററും കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചാരിറ്റി ആയിട്ടും അല്ലാതെയും ഒരുപാട് മോട്ടിവേഷൻ പരിപാടികളൊക്കെ പുള്ളിക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പതിവായിട്ട് ഇടയ്ക്ക് പഴയ സ്കൂളിൽ പോകാറുണ്ട്. പിന്നെ അവിടെ നിന്നാണ് 5th or 6th സ്റ്റാൻഡേർഡിലായിട്ട് അത് നേരെ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് ചെന്നൈ, അവിടെയാണ് കോൺവെൻറ്റ് സ്റ്റഡി ആയിരുന്നു അവിടെ. പിന്നെ 10 കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നാട്ടിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് വിവാഹാലോചന വന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ശരി. അപ്പോൾ ഹാപ്പിയാണ്. എന്തെങ്കിലും കുറവുകളുള്ള ആളുകൾക്ക് ചിലപ്പം വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേക കഴിവുകൾ ഉണ്ടാകാറുണ്ട്. അത് ദൈവം കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും കഴിവുകൾ പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതായത് പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ ഈ പുള്ളിക്കാരത്തി മറുപടിയായിട്ട് പറയുന്നത് ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ബോട്ടിൽ ബോട്ടിൽ ആർട്ട്, അതുപോലെ തന്നെ കുക്കറി, അത് ഏതുതരം ഭക്ഷണം ഉണ്ടാക്കും, എല്ലാ ഭക്ഷണവും. അതും എത്ര പേര് വന്നാലും പറഞ്ഞു നേരം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നൊരു ശീലമുണ്ട്. അതാണ് ഇതാണ്. അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യലിൻ്റെ പൂക്കൾ, ക്ലേ മോഡലിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചെടികൾ നട്ടു വളർത്താൻ താല്പര്യം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ സെൽഫായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്കുള്ള വേറെ പ്രത്യേകത, ഇവർ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു വേറിട്ടൊരു കഴിവ് പലർക്കും ഉണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജനറലായിട്ട് പറയുകയാണ്. അതായത് ഇങ്ങനെയുള്ള ഈ ഡിസബിലിറ്റി ഉള്ള മറ്റുള്ള ഈ അംഗവൈകല്യം ഉള്ള ആൾക്കാരെ ഉദ്ദേശിച്ചല്ല പറയാം. എനിക്കറിയാവുന്നത് ഈ ഡിസബിലിറ്റി, ഈ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഒറ്റ മതമേ ഉള്ളൂ, അത് അവരുടെ മതമാണ്. അതായത് ആ ലോകം, ഡെഫായിട്ടുള്ള ആ ലോകം, ആ ജാതിയാണ്. അതല്ലാതെ അവരുടെ മനസ്സിൽ ഒരു മതപരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അവരുടെ മനസ്സിലില്ല. എന്നാൽ അവരൊറ്റ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഗോഡ്, ഒറ്റ ഗോഡ് എന്നുള്ളത്. അത് പുള്ളിക്കാരത്തിൻ്റെ കാര്യത്തിലും മറ്റുള്ള എല്ലാവരും അങ്ങനെയാണ്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, അതിനകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് ഇവർക്കില്ല. അവർ എന്നിട്ട് സഹോദരനാണ്. അറിഞ്ഞിടത്തോളം തന്നിരിക്കുന്നതാണ്. ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഘടനയായിട്ട് യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവരോട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിലേക്ക് എനിക്ക് മനസ്സിലാക്കുന്നത്, ഇവർ മറ്റുള്ള സാധാരണ ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും പെർഫെക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഇവർ. കൃത്യത വേണമെന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ആത്മാർത്ഥത വേണമെന്നുള്ളത് തന്നെയാണ്. കളവ്, ചതി, അങ്ങനെ അതൊന്നും പാടില്ല എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. പിന്നെ നമ്മൾ നോർമൽ കേസിൽ ഒരാൾക്കൊരു അപകടമോ അല്ലെങ്കിൽ അസുഖമോ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ അയ്യോ കഷ്ടം, അതങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നമ്മൾ പരിതപിക്കും, എമ്പതി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് വെച്ചാൽ, ഇവർ വാസ്തുവിൽ ഒരാൾ ഡെത്തായി കഴിഞ്ഞെങ്കിൽ വാസ്തുവിൽ കരയാണ് ശരിക്കും. ഇവരെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇപ്പോൾ നടക്കാതെ പോക്സോ കേസൊക്കെ നടക്കുന്ന സംഭവത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാറ്റഗറിയിൽ വരുമ്പോൾ ഇവർ വളരെ സങ്കടപ്പെടുന്നത്, വ്യാകുലതയാണ് അവർക്ക് മുഴുവൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം അവർക്ക് ഇന്നത് സംഭവിച്ചല്ലോ, അതെന്താണ്. അപ്പോൾ ഇവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, ഇവർക്ക് വാർത്ത
ഗ്രൂപ്പ് ഉണ്ട് അവർക്ക്. ആ. സൈൻ ലാംഗ്വേജിൽ കൂടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പത്രം വായിച്ചിട്ട് അത് വാട്സപ്പ് വീഡിയോ കോൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ടി വിയിലെ കണ്ടറില്ലേ ഇങ്ങനെ അതേപോലെ അവർക്ക് അത് അപ്പം തന്നെ അവർ റിലേറ്റ് ചെയ്യും. ഇതിനുവേണ്ടി കുറച്ച് ആൾക്കാരുണ്ട് ഗ്രൂപ്പ്. അപ്പം തന്നെ ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ വീഡിയോ കോള് വന്നോട് ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ വിഭാഗക്കാരാണ്. അപ്പം ഡിജിറ്റൽ സംവിധാനം വന്നതോടുകൂടി ഇവർക്ക് കുറെ സൗകര്യങ്ങൾ ഉണ്ടായി എന്നുള്ള വീഡിയോ കോൾ വഴി ഇവരുടെ സംഘടനയിൽ ഇവരുടെ ഇതുമായി ഇങ്ങനെയുള്ള അംഗപരിമിതരായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള ന്യൂനത ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് വീഡിയോ കോൾ വഴി കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുറച്ചൊക്കെ ആക്ഷനിലൂടെയാണ്. ആക്ഷൻ എനിക്ക് കണ്ടാൽ മനസ്സിലാകില്ല, പക്ഷെ അത് വീഡിയോ കോൾ വഴി അവർക്ക് ചിലവർക്ക് കാഴ്ച ഇല്ലാത്ത ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സംസാരത്തിലൂടെ കേൾക്കാൻ പറ്റും. കാഴ്ച പരിമിതിയായിട്ടുള്ള ആളുകളാണെങ്കിൽ പിന്നെ വേറെ മാർഗമില്ലല്ലോ. കേൾവി കുറവുള്ള ആളുകളാണെങ്കിൽ ആക്ഷനിലൂടെ അത് നമുക്ക് വീഡിയോ കോൾ വഴി ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇൻകേസ് ഈ സംവിധാനം ഒരു സുപ്രാത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഹെൽപ്ലെസ് സിറ്റുവേഷനാണ്. മനസ്സിലായില്ലേ? ഒരു 1-2 ദിവസം ഈ വാട്സപ്പ് അപ്പൊ ചോദിക്കേണ്ടത് ഇവിടെ തന്നെ ചോദിക്കേണ്ടി വരും. വീഡിയോ കോൾ വഴി എല്ലാവരുമായിട്ട് സംസാരിക്കുന്നില്ലേ? അതിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു. മൊബൈൽ വീഡിയോ കോൾ എന്തോ മോളായിരുന്നു അന്ന് ഉണ്ടായില്ല, മെസ്സേജ് മാത്രം. കമ്പ്യൂട്ടർ പരിഭാഷ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. കമ്പ്യൂട്ടറിലൊക്കെ വന്ന് ആ വഴിയൊക്കെ കുറെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. വാട്സപ്പ് വന്നതോടുകൂടി ഇവരെ കമ്മ്യൂണിക്കേഷൻ ഈസിയായി, അവരെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയുണ്ട്. അതെ വിമൻസ് ഡേ ഒക്കെ വരികയാണ്. അപ്പോൾ വിമൻസ് ഡേ ഒക്കെ വരുന്നു. അപ്പൊ അതൊക്കെ ഈ വീഡിയോ കോൾ സംവിധാനങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അവർക്ക് കുറെ നേരിട്ട് ആളുകളായിട്ട് ആശയവിനിമയം നടത്താനുള്ള സംവിധാനം, ഡിജിറ്റൽ സംവിധാനം വന്നുകൂടി സാധിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും നമ്മുടെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജാണ് നിങ്ങൾ രണ്ടുപേരും നൽകുന്നത്. ഏതായാലും ഈ 2024 വനിതാ ദിനം ഈ ഒരു നല്ല വ്യക്തിത്വങ്ങളുടെ സമൂഹ നന്മ ചെയ്യുന്ന താങ്കളെ പോലെയുള്ള ആളുകൾ, അതുകൂടാതെ ഈ അംഗപരിമിതി ഉണ്ടെങ്കിലും നല്ലൊരു സന്ദേശം നമ്മുടെ സമൂഹത്തിന് നൽകാനായിട്ട് സാധിച്ചു. ഇനിയും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ നന്മ 24. നമസ്കാരം. ഏതായാലും നമ്മുടെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജാണ് നിങ്ങൾ രണ്ടുപേരും നൽകുന്നത്. ഏതായാലും ഈ 2024 വനിതാ ദിനം ഈ ഒരു നല്ല വ്യക്തിത്വങ്ങളുടെ സമൂഹ നന്മ ചെയ്യുന്ന താങ്കളെ പോലെയുള്ള ആളുകൾ, അതുകൂടാതെ ഈ അംഗപരിമിതി ഉണ്ടെങ്കിലും നല്ലൊരു സന്ദേശം നമ്മുടെ സമൂഹത്തിന് നൽകാനായിട്ട് സാധിച്ചു. ഇനിയും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ നന്മ 24. നമസ്കാരം.